പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഒരു പുതിയ മാസത്തിന്റെ 1-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴാണ് പുതിയ വർഷം തുടങ്ങിയതുപോലെ തോന്നിയത്. ഒരു മാസം അതിവേഗം കടന്നുപോയിരിക്കുന്നു. പക്ഷേ ദൈവം വാക്ക് തന്നത് പ്രകാരം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്ന് അത്ഭുതകരമായ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തേക്ക് ദൈവം തരുന്ന വാഗ്ദത്തം എന്തായിരിക്കും എന്ന ചിന്തയോടെ കാത്തിരിക്കുകയാണോ? അതിനു മുൻപ് ഈ സ്ഥലം ഏതാണ് എന്ന് വിചാരിക്കുകയാണോ? എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെയെന്ന്. നമ്മുടെ ദൈവത്തിന്റെ കൂടാരത്തിലുള്ള ആ പരിധിയിലുള്ള മോസസ് ഓഡിറ്റോറിയമാണിത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മുടെ ശുശ്രൂഷയിൽ ഡേവിഡ് ഓഡിറ്റോറിയം, മോസസ് ഓഡിറ്റോറിയം, സെന്റ് പോൾസ് ഓഡിറ്റോറിയം, ഐസയ്യ ഓഡിറ്റോറിയം എന്നിങ്ങനെ പല ഓഡിറ്റോറിയങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം വെവ്വേറെ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഇതാണ് മോസസ് ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയത്തിലാണ് പ്രാർത്ഥിക്കാം വരൂ എന്ന പരിപാടി നേർമുഖേന സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ ഉപവാസ പ്രാർത്ഥനകളും മറ്റ് ക്യാമ്പ് പരിപാടികളും നടക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അത്ഭുത മഹോത്സവം നടക്കാൻ പോകുന്നു അല്ലേ? ഇന്ന് രാത്രിയാണ് അത്ഭുത മഹോത്സവം. ഇവിടെയാണത് നടക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ സ്ഥലം ഇവിടെയാണുള്ളത്. ഇവിടെ വരുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരി, ഇന്ന് ദൈവം തരാനിരിക്കുന്ന വചനം എന്താണ്? 50-ാം സങ്കീർത്തനം 15-ാം വാക്യം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് പറയുന്നു. ആപത്ത് നിറഞ്ഞ കാലം. ഇന്നേതോ ആപത്കരമായ ഒരു പരിതസ്ഥിതി. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ആപത്തുള്ള ഒരു പരിതസ്ഥിതി. മക്കളുടെ കാര്യത്തിൽ ഒരാപത്ത് വന്നിരിക്കുന്നു. കുടുംബത്തിൽ ഒരാപത്ത് വന്നിരിക്കുന്നു. ശുശ്രൂഷയിൽ അപകടകരമായ ഒരു സ്ഥിതി വന്നിരിക്കുന്നുവല്ലോ എന്ന് വിചാരിക്കുകയാണോ? ജോലിക്ക് ആപത്ത് വന്നിരിക്കുന്നു എന്ന്. ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്നെ വിടുവിക്കും. ഈ അപകടകരമായ സ്ഥിതിയിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. ഇത് മാറിപ്പോകും. പക്ഷേ നീ എന്നെ വിളിച്ചപേക്ഷിക്കണം എന്ന് ദൈവം പറയുന്നു. യേശുവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിന്നെ വിടുവിച്ച് മാറ്റിത്തരും എന്ന് ദൈവം പറയുന്നു. കടബാധ്യതയിൽ നിന്നും വിമോചനം, ഭയത്തിൽ നിന്നും വിമോചനം, കുടുംബത്തിലെ പ്രശ്നത്തിൽ നിന്നും വിമോചനം, പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും കെണിയിൽ നിന്നും വിമോചനം, വ്യാധിയിൽ നിന്നും വിമോചനം. ഇങ്ങനെ ഓരോവിധ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഞെരുക്കിക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവയിൽ നിന്നും വിമോചനം. ദുഷ്ടമനുഷ്യരുടെ ഗൂഢാലോചനകളിൽ നിന്നും വിമോചനം. ഏതോ ഒരു കാര്യത്തിൽ വിമോചനം വേണം. അത് യഹോവ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നു. അതിനായിട്ടാണ് യേശു കുരിശിൽ തന്നെ സമർപ്പിച്ചത്. നാം സ്വതന്ത്രമായൊരു ജീവിതം നയിക്കാനായി തന്നെ കുരിശിൽ ബന്ധിതനാക്കി ആണികൊണ്ടടിക്കാനായി തന്നെ സമർപ്പിച്ചു. യേശു കുരിശിൽ തന്നെ അടിമയെപ്പോലെ ഏൽപ്പിച്ചതിന് കാരണം നമുക്ക് സ്വാതന്ത്ര്യം തന്ന് സന്തോഷിപ്പിക്കാൻ തന്നെ ബലിയായി സമർപ്പിച്ചു. ഇത് വിശ്വസിച്ച് ആരെങ്കിലും യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ ഒരടിമയെപ്പോലെ തൂങ്ങി മരിച്ചുവല്ലോ, ഇപ്പോൾ മരണത്തെ ജയിച്ച് ജീവനോടെ ഉയർത്തുവല്ലോ, ഇന്നെനിക്കൊരു വിമോചനം വേണം. ഏത് കാര്യത്തിലാണ് വേണ്ടത്? അത് ഉന്നയിച്ച് ചോദിക്കൂ. ഇപ്പോൾ അത്ഭുതം നടക്കാൻ പോകുന്നു. ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കൂ, അപേക്ഷിക്കൂ. എന്തിൽ നിന്നാണ് വിമോചനം വേണ്ടത്? മക്കളുടെ കാര്യമാണോ? ശുശ്രൂഷയുടെ കാര്യമാണോ? ജോലിയുടെ കാര്യമാണോ? കടബാധ്യതയാണോ? വ്യാധിയാണോ? പിശാചിന്റെ പോരാട്ടമാണോ? ഭയമാണോ? ഡിപ്രഷനാണോ? ഏത് കാര്യത്തിലാണ് വിമോചനം വേണ്ടത്? അതിനായി അപേക്ഷിക്കൂ. പിതാവേ, ഈ മകൻ പ്രാർത്ഥിക്കുന്നു, ഈ മകൾ പ്രാർത്ഥിക്കുന്നു. എന്നെ വിളിച്ചപേക്ഷിച്ചാൽ വിടുവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. ഈ മകൻ വിളിക്കുന്നുവല്ലോ, ഈ മകൾ വിളിക്കുന്നുവല്ലോ. വിമോചനം വേണമെന്ന് ചോദിക്കുന്നുവല്ലോ. ഈ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കണം. വിമോചനമുണ്ടാവണം. അവർ മാറ്റം കാണണം. അവർ സന്തോഷിക്കണം. അവരങ്ങയെ മഹത്വപ്പെടുത്തണം. ആ അത്ഭുതം ഇപ്പോൾ തന്നെ അങ്ങ് ചെയ്യണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ